സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ച് ഉടമയുടെ ഓഫീസിലും വീട്ടിലും ED റെയ്ഡ്. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് റെയ്ഡ്. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആസിഫ്, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും നിർണായക രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ EDക്ക്? നിലവിൽ ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് ഹൈറിച്ചിന്റെ ഓൺലൈൻ സ്ഥാപനമായ ഹൈറിച്ചിന്റെ ഉടമയുടെയും അതുപോലെ തന്നെ ഓഫീസിലും ഉടമയുടെ വീട്ടിലും ഓഫീസിലും ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചത്. ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഈ 1630 കോടി രൂപ ഹൈറിച്ച് തട്ടിയെടുത്തു എന്നാണ് ഈ ചേർപ്പ് പോലീസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ തട്ടിയെടുത്ത തുകയിലെ നിന്ന് 100 കോടിയിലധികം രൂപ വിദേശത്തേക്ക് ഹവാല ഇടപാട് വഴി കടത്തി തുടങ്ങിയ ആരോപണങ്ങളടക്കം ഈ ഹൈറിച്ചിനെതിരെ ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ED ഈ ഒരു കേസിലേക്ക് ഇടപെടുന്നത്. ED ഈ ഒരു ഹവാല ഇടപാടുകളടക്കം വിദേശത്തേക്ക് തുക കടത്തി എന്നുള്ള പരാതിയിലടക്കമാണ് ഇപ്പോൾ EDയുടെ ഒരു അന്വേഷണവും അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു റെയ്ഡും ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് ഈ ഒരു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത്തരത്തിലാണ് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. അന്ന് ഈ ക്രൈംബ്രാഞ്ചിന് ഈ ഒരു അന്വേഷണം ഏൽപ്പിക്കണമെന്നുള്ള ഒരു ശുപാർശയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. കേരളത്തിന് പുറത്തും ഹൈറിച്ച് ഈ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ED ഈ പല മേഖലകളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ഒരു കേസിലേക്ക് ഇടപെടുകയും ഇതിൽ സാമ്പത്തിക തട്ടിപ്പിലും ഹവാല ഇടപാടിലുമുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയ്ഡ് ഇപ്പോഴും ഓഫീസിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ആസിഫ്.